ഇത് നീ സത്യസന്ധമായിട്ട് പറയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആദർശ് ഇങ്ങനെ പെരുമാറുന്നതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായല്ലേ പറ്റൂ. ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. മീര പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ നീക്കിയപ്പോ ലാഭത്തിലായ പ്രോജക്റ്റ് നീ വീണ്ടും മാറ്റങ്ങൾ വരുത്തി വേണ്ടാന്ന് പറഞ്ഞ് നഷ്ടത്തിലേക്ക് തന്നെ തിരിച്ചു വിട്ടൂന്ന്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? ആരെയാ നീ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മീര ചെയ്തത് തെറ്റാണെന്ന് ആരെയാണ് നിനക്ക് വിശ്വസിപ്പിക്കേണ്ടത്? നിന്നെ തന്നെ വിശ്വസിപ്പിക്കാനാണോ നീ ഈ പാടുപെടുന്നത്? അഭി പറഞ്ഞതുപോലെ കോംപ്ലക്സ് ഈഗോയും കൊണ്ടാണോ ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്ന് നിർത്തമ്മേ. എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യാതെ. മനുഷ്യൻ ഭ്രാന്തിന്റെ വക്കത്താ. എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സാധാരണ ചോദിക്കാവുന്ന ചോദ്യങ്ങളെ ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതിന് നീ ഇറിറ്റേറ്റ് ആയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊരു ചോദ്യം ചെയ്യലാണെന്നൊക്കെ കരുതുന്ന എന്തിനാ? അമ്മ ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന എന്റെ കയ്യിൽ അതിന് ഉത്തരങ്ങളൊന്നുമില്ല. കമ്പനി കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ അമ്മ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് തന്നെ തെറ്റാ. അമ്മ അഭിയുടെ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നതോ ചോദ്യം ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ടോർച്ചറിങ്? ഓ, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് ടോർച്ചറിങ് ആയി തുടങ്ങിയല്ലേ? എന്താ ആദർശേട്ടാ ഇത്? അമ്മയോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? കേൾക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? മീരേ, വരൂ, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തൊക്കെയാ ആദർശേട്ടാ അമ്മയോട് പറഞ്ഞത്? എല്ലാത്തിനും കാരണം താനാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അമ്മ എന്നെ ചീത്ത പറഞ്ഞതും കൊച്ചാക്കിയതും എല്ലാം താൻ കാരണമാ. തന്നോട് പലതവണ ഞാൻ പറഞ്ഞല്ലേ മീരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അമ്മയോട് ചെന്ന് പറയരുതെന്ന്. ആദർശൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ട മീര, എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. തനിക്ക് ആളാവാൻ വേണ്ടി താൻ മനഃപൂർവ്വം എന്നെ ആളുകളുടെ മുമ്പിൽ കൊച്ചാക്കാൻ നോക്കുക. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് ലാഭമുള്ളത്? ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ ഞാൻ കഴിവുകെട്ടവനും താൻ വലിയ മിടുക്കിയുമാണ്. ഭാര്യയുടെ ബുദ്ധി കൊണ്ട് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കഴിവുകെട്ട ആളാണ് ഞാനിപ്പോ. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനൊന്നും ആരും കരുതിയിട്ടില്ല, കരുതുകയില്ല. അല്ലെങ്കിൽ തന്നെ അത് നമ്മുടെ കമ്പനിയല്ലേ? അവിടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മൾ രണ്ടുപേരും ചേർന്ന് തന്നെയല്ലേ? എന്ന് ആര് പറഞ്ഞു? ഇത് എന്റെ കമ്പനിയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സ്ഥാപനം. ആദർശേട്ടാ, നമുക്കിടയില് എന്റെ നിന്റെ എന്നൊരു വേർതിരിവ് വേണോ? വേണം. ആ ഒരു വേർതിരിവ് ഞാൻ കാണിക്കാത്തതാണ് ഞാൻ ചെയ്ത തെറ്റ്. വേണ്ട ആദർശേട്ടാ, നമുക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരം വേണ്ട. ആദർശേട്ടെ മോശപ്പെടുത്തുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. കമ്പനിയുടെ കാര്യം അമ്മയോട് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞതാണെന്ന് അമ്മ തന്നെ പറഞ്ഞില്ലേ? അമ്മയാ പറഞ്ഞത് എന്തിനാണെന്നും ആരെ രക്ഷിക്കാനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. തെറ്റുപറ്റിയത് എനിക്കാ. ഓരോരുത്തരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താതെ പോയത് ഞാനത് ചെയ്തില്ല. ആദർശേട്ട പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ വെറുതെ ഈ ഈഗോ? നമുക്ക് വലുത് നമ്മുടെ കമ്പനിയുടെ സക്സസ് അല്ലേ? അപ്പൊ പിന്നെ എന്തിനാ കമ്പനിക്ക് നഷ്ടം വരുന്ന രീതിയിൽ പെരുമാറുന്നത്? മാറ്റങ്ങൾ വരുത്തുന്നതാണ് നല്ലതെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്? എല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കല്ലേ? അതിന് നടക്കില്ല. ഇപ്പൊ മീരയ്ക്ക് എന്നെ പുച്ഛമാ. മീരയുടെ മിടുക്കിൽ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന ഒരുത്തനായിട്ടാ എന്നെ കാണുന്നത്. അതൊക്കെ ആദർശേട്ടന് വെറും തോന്നല. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് ആദർശേട്ടനാ. മതി, നിർത്തിക്കോ. അഭി പണ്ട് പറഞ്ഞതാ ശരി. തനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇത്രയും നാളെ ഞാൻ അഭിനയം വിശ്വസിച്ചു. പക്ഷേ ഇനി അത് നടക്കില്ല. ആദർശേട്ടന്റെ മുന്നിൽ ഞാൻ എന്ത് അഭിനയിച്ചെന്നാ ഈ പറയുന്നത്? ഈ കാണിക്കുന്നത് മുഴുവൻ വെറും അഭിനയം മാത്രമാണ്. തനിക്ക് ഞാനാണ് വലുതെങ്കിൽ ഓഫീസിലേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് എന്തിനാ അമ്മയോട് പോയി പരാതി പറഞ്ഞത്? ഇല്ല ആദർശേട്ടാ, ഞാൻ ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. താൻ പറയാതെ ആ കാര്യം അമ്മയും അഭിയും ഗണിച്ചറിഞ്ഞതാണോ? അത് ഞാൻ... എന്തിനാ പരുങ്ങുന്നത്? തനിക്ക് ഉത്തരം കാണില്ല. കാരണം താൻ തെറ്റുകാരിയാണ്. ആ ദേ ഇപ്പൊ അടുത്ത കഥ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് മുന്നിൽ എന്നെ ഒരു കഴിവുകെട്ടവനാക്കി.
ഇന്ന് വരെ എന്റെ അമ്മ എന്നോട് സംസാരിക്കാത്ത രീതിയിലാ ഇന്ന് സംസാരിച്ചത്. എന്നും എന്നെ കുറിച്ച് അഭിമാനത്തോടെ മാത്രം സംസാരിച്ചിരുന്നവര് എന്നെ പുച്ഛത്തോടെ നോക്കുന്നു. ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തന്നെയും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല മീര. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് സമാധാനത്തോടെ കേൾക്കൂ. ഇല്ല, താൻ പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോ എന്റെ തല പുകയുക. തന്നോടുള്ള ദേഷ്യം കാരണം അതിന് വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുന്ന എനിക്ക് പേടി തോന്നുക. ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ആദർശൻ എന്നെ ക്രൂശിക്കുന്നത്. എനിക്ക് ആദർശനേക്കാൾ വലിയ ആളാവണമെന്നോ ആദർശനെ ആളുകൾക്ക് മുന്നിൽ കൊച്ചാക്കണമെന്നോ ഒരു ചിന്തയില്ല. ഈശ്വരനെ ഓർത്തൊന്ന് മനസ്സിലാക്കണം, എന്നെ വിശ്വസിക്കണം. താൻ ഇതുപോലെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് എന്റെ മുമ്പിൽ ആളാൻ ശ്രമിക്കും തോറും എനിക്ക് തന്നോടുള്ള ദേഷ്യം കൂടി വരിക. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദർശേട്ടൻ പറ, അതുപോലെ ഞാൻ ചെയ്യാം. മീര കുറച്ചു ദിവസം ഈ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം. ആദർശേട്ടാ? അതെ, മീര വീട്ടിൽ പോയി നിൽക്കുന്നതാ നമ്മൾ രണ്ടുപേർക്കും നല്ലത്. അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്കിടയിലുള്ള അകലം കൂടി വരും. അത് രണ്ടുപേരുടെയും സമാധാനം ഇല്ലാതാക്കും. എന്നോട് അല്പമെങ്കിലും സ്നേഹം മീരയുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം. ശരി, ഞാനിവിടുന്ന് പോകുന്നതാണ് ആദർശേട്ടന് സന്തോഷമെങ്കിൽ ആദർശേട്ടന് വേണ്ടി ഞാൻ പോവാം. ശരി, എനിക്ക് എത്രയും പെട്ടെന്ന് പോകാൻ റെഡിയോ? ഞാൻ തന്നെ കൊണ്ടാക്കാം. ആദർശ് ഇങ്ങനെയൊക്കെ മാധവിയോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല ചേച്ചി. വിദേശത്ത് പഠിച്ചിട്ട് വന്നപ്പോഴും കമ്പനിയിലെ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ആദർശനോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഞാനൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞ അവൻ അതിൽ ഒരു എതിർപ്പും കാണിക്കില്ലായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. പറയുന്നതിൽ നല്ലതും ചീത്തയും പോലും തിരിച്ചറിയാൻ വയ്യാത്ത പോലെ ആദർശ് സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഏത് ലോകത്താ ജീവിക്കുന്നത്? പഴയ ആദർശിനെ വെച്ച് ഇപ്പോഴത്തെ അവന്റെ സ്വഭാവവും രീതികളും അളക്കാൻ നിൽക്കരുത്. ജീവിതത്തിലെ മനുഷ്യര് എപ്പോഴും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. ഓരോരോ ജീവിതാനുഭവങ്ങളും സ്വഭാവത്തിലും ചിന്താരീതിയിലും ഒക്കെ മാറ്റം വരുത്തും. അത് മാത്രമല്ല, ജീവിതത്തിൽ ഒരു പാർട്ണർ വരുമ്പോ അവരുടെ ചിന്തകളും സംസാരങ്ങളും സ്വാധീനിക്കുകയും ചെയ്യും. അഭി പറഞ്ഞത് ശരിയാ. സാധാരണയായി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ആദർശിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റമാണ് വന്നിരുന്നതെങ്കിൽ അതെത്ര നല്ലതായിരുന്നു. മീരയുടെ സ്വഭാവവും ചിന്തയും രീതികളും ഒക്കെ മറ്റാരേക്കാളും നല്ലതാ. അതിന്റെ സ്വാധീനം ആദർശനുണ്ടായിരുന്നെങ്കിൽ അവൻ വളരെ നല്ലൊരു മനുഷ്യനായി മാറിയേനെ. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ആന്റി, ആദർശിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മീര തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മീര മറ്റുള്ളവരുടെ മുന്നിൽ ഇടപെടുന്ന രീതിയും സംസാരവും ഒക്കെ കണ്ടിട്ടാ നമ്മളൊക്കെ മീരയെ വിലയിരുത്തുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി എല്ലാവരോടും മധുരമായി സംസാരിച്ച് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത രീതിയിൽ പെരുമാറി ഒരു നല്ല കുലസ്ത്രീയായി അവൾ അഭിനയിച്ച് തകർക്കുക. പക്ഷേ അവളുടെ ഉള്ളിൽ ഇതൊന്നും അല്ല ഉള്ളത്. നല്ല കുശുമ്പും കുന്നായ്മയും അതിനേക്കാൾ എല്ലാം മുകളിലായി സ്വാർത്ഥമായ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇതൊക്കെ മറ്റാരും അറിയാതെയും മനസ്സിലാക്കാതെയും മറയ്ക്കാൻ പറ്റുന്നതാ അവളുടെ കഴിവ്. പക്ഷേ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരാളുണ്ട്, അത് ആദർശ. മീര അവന് ഓതിക്കൊടുക്കുന്ന തലയണ മന്ത്രം അവന്റെ തലച്ചോറിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ചിന്തയും ബുദ്ധിയും ഒന്നും വേണ്ട. അഭി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ ഇപ്പോഴത്തെ ആദർശിന്റെ രീതികൾ മീരയുടെ സ്വാധീനത്തിലുണ്ടാവുന്നൊന്നുമല്ല. അവ സംസാരിക്കുന്നതെല്ലാം മീരയ്ക്കെതിരായിട്ടാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ബേസിക്കലി ആദർശ് ഒരു നല്ല മനുഷ്യനാ. മീരയുടെ സ്വഭാവവും രീതികളും അംഗീകരിക്കാൻ പലപ്പോഴും ആദർശിന്റെ മനസാക്ഷിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവൻ പോലും അറിയാതെ അവന്റെ മനസ്സ് മീരയെ എതിർക്കുന്നുണ്ടാവും. അതിന്റെ ഫലവാ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സംസാരമൊക്കെ ഉണ്ടാവാൻ കാരണം. ആദർശ് പറയുന്നതിനും ചെയ്യുന്നതിനും ഒന്നും മീരയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അഭി.
പിന്നെ നിനക്ക് മീരയോട് ആദ്യം മുതലേ എതിർപ്പുണ്ട്. അതുകൊണ്ട് നിന്റെ മനസ്സ് എല്ലാ കുറ്റങ്ങളും മീരയുടെ തലയിൽ കൊണ്ടുവച്ച് ബാക്കിയുള്ളവരെ വെള്ള പൂശാൻ ശ്രമിക്കും. ഓ അത് ശരി. അപ്പൊ ആന്റി പറയുന്നത് ഇതൊക്കെ എന്റെ തോന്നലാണെന്നാണോ? ഒരു തെറ്റും ചെയ്യാത്ത മീരയെ ഞാൻ വെറുതെ കുറ്റം പറയുന്നതാണെന്നാണോ? എനിക്കങ്ങനെയാ തോന്നിയിട്ടുള്ളത്. വെറുതെ തർക്കിക്കാൻ വേണ്ടി ആന്റി അങ്ങനെ പറഞ്ഞു. പക്ഷേ സത്യം എന്താന്ന് എല്ലാവർക്കും ബോധ്യമാകാൻ അധിക ദിവസം കാത്തിരിക്കേണ്ടിയൊന്നും വരില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ മനസ്സിലെ തോന്നലുകളെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ സുഭദ്രാന്റി പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് മീരെ ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ പലതും അവളുടെ കുറ്റമായി പറയുകയാണെന്ന്. ഞാൻ എന്തിനാ വെറുതെ പഴി കേൾക്കുന്നത്? ഓരോന്നും സംഭവിക്കുന്നത് എല്ലാവരുടെ മുന്നിൽ തന്നെയല്ലേ? എല്ലാവർക്കും നേരിട്ട് തന്നെ കാണുകയും അറിയുകയും ചെയ്യാമല്ലോ. വീട്ടിൽ സമാധാനം ഉണ്ടാവണം. ആരും പരസ്പരം വഴക്കുണ്ടാക്കി വേദനിപ്പിക്കരുത്. എനിക്കത് മാത്രം മതി. എല്ലാവരുടെയും മനസ്സ് നിലയ്ക്കാത്ത ചിന്തകളുടെ പ്രവാഹമാണ്. അതിലെപ്പോഴും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യജന്മം മറ്റുള്ള ജീവികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. എങ്കിലും ജന്മവാസന കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാ. പക്ഷേ ശ്രമിച്ചാൽ സാധിക്കും. അതുകൊണ്ട് ഒരാളുടെ സ്വാധീനത്തിലാണ് മറ്റൊരാൾ തെറ്റുകൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ സ്വാധീനം ഉണ്ടായാലും അടിസ്ഥാന സ്വഭാവത്തിലേക്ക് അവരുടെ മനസ്സ് തിരികെ പോകും. അല്ലെങ്കിൽ സ്വയം മാറാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം. ആന്റി, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മീരയോടാ പറയുന്നതെങ്കിൽ അവൾ അതിന് തലകുലുക്കുകയും ശരിക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും ആന്റിയെ പുകഴ്ത്തി സംസാരിച്ച ആന്റി വലിയൊരു സംഭവമാണെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ആന്റിയുടെ നിലയ്ക്കാത്ത ചിന്തകളുടെ പ്രവാഹമുള്ള മനസ്സിന് മീരയെ ന്യായീകരിക്കാൻ തോന്നുന്നത്. ആരൊക്കെ എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും ഈ വീട്ടിലെ കുഴപ്പക്കാരി മീര തന്നെയാ. അതിലെനിക്കൊരു സംശയവുമില്ല. ഹലോ മോളെ, ഞാൻ ബീനയാ. മനസ്സിലായോ ആന്റി? പറഞ്ഞോളൂ. കുറെ ദിവസമായി ഞാൻ മോളെ ഒന്ന് വിളിക്കണമെന്ന് ഓർക്കുന്നു. പക്ഷേ എന്തോ എനിക്കതിന് പറ്റുന്നില്ലായിരുന്നു. അവിടെ വന്ന് മോളെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയാവില്ല. മോളെ, നീ എന്തോന്നും മിണ്ടാത്തത്? ഞാൻ കേൾക്കുന്നുണ്ട് ആന്റി. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അതാ ഞാൻ മിണ്ടാതെ നിന്നത്. വിദ്യമോൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴെല്ലാം ഞാൻ പ്രതികരിച്ച രീതി തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. അതെല്ലാം അന്നത്തെ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. സാരമില്ല ആന്റി, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇനിയും അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയാ, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ചെയ്യേണ്ടതൊന്നും ശരിയായ സമയത്ത് ചെയ്തതുമില്ല. വിദ്യമോളെ, ഞാൻ എൻ്റെ ഒരാഗ്രഹം പറഞ്ഞ മോൾക്കെന്നോട് ദേഷ്യം തോന്നൂ? എന്താ ആന്റി? എനിക്ക് മോളെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നുണ്ട്. മോളെപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കണ്ടോളാം. അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വരുമ്പോൾ ഇങ്ങോട്ട് വന്നാലും മതി. ഞാൻ വരാം ആന്റി. മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല ആന്റി, ഞാൻ വന്നോളാം. ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. വിദ്യമോളോടാണോ താൻ കാണണമെന്നും വരാൻ പറഞ്ഞതുമല്ല? അതെ.
അത് ശരിയാണോ ബീന? വിദ്യ മുൻപ് ഇവിടെ വന്നപ്പോഴെല്ലാം താൻ എങ്ങനാ പെരുമാറിയതെന്നും സംസാരിച്ചതെന്നും തനിക്ക് ഓർമ്മയില്ലേ? എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഹരിയേട്ടാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വിദ്യ വിളിച്ച് കാണണമെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഈ സമയത്ത് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനോ ധന്യോട് സംസാരിക്കാനോ ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അതാ ഞാൻ വിദ്യ മോളോട് കാണാൻ അവസരമുള്ളപ്പോ പറയാൻ പറഞ്ഞത്. താൻ തന്റെ അവസ്ഥയെ ഓർത്തും സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഓർത്തും സംസാരിച്ചു. പക്ഷേ അതെല്ലാം കേൾക്കുന്ന വിദ്യമോളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചു നോക്കിയിരുന്നു? സൂരജ് പോയതിനു ശേഷം എത്ര ദിവസമാണ് വിദ്യ ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഒരേ ഇരിപ്പിരുന്നെന്ന് തനിക്കറിയാവോ? മനോജും ധന്യയും എത്ര ആശുപത്രികളിലും അമ്പലങ്ങളിലും വിദ്യ കൊണ്ടുപോയി. ഒടുവിൽ ഒരു പരിധി വരെ സമനില വീണ്ടെടുത്തു എന്ന് തോന്നിയപ്പോഴാ വിദ്യ തിരികെ വീട്ടിൽ കൊണ്ടുവന്നത്. എന്നിട്ടും അവളുടെ മനസ്സ് പൂർണ്ണമായിട്ട് മാറിയിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് മീര അവിടെ ചെന്ന് വിദ്യയെ സമാധാനിപ്പിച്ചും നൃത്തത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുമൊക്കെയാ ഇത്രയെങ്കിലും ആക്കിയെടുത്തത്. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമല്ലേ ഹരിയേട്ടാ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ആ കുട്ടി ഇവിടെ വന്ന് തന്നെ കാണണോന്ന് പറയുന്നത് ശരിയാണോന്നേ ഞാൻ ചോദിച്ചോളൂ. മറ്റുള്ളവരുടെ അവസ്ഥയും മനസ്സിലെ വിങ്ങലും ഒക്കെ നമ്മളും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആത്യന്തികമായി എല്ലാ മനുഷ്യരും ഒരു പരിധിവരെ സ്വാർത്ഥരാ. എന്നാലും നമ്മളെ കൊണ്ട് ആരെയും സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഹരിയേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാ. വിദ്യയെ ഞാൻ കാണണമെന്ന് പറഞ്ഞതില് എന്റെ സ്വാർത്ഥത ഉറപ്പായിട്ടുണ്ടാവും. വിദ്യയെ കണ്ടെന്ന് സംസാരിച്ച എന്റെ മനസ്സിലെ ഭാരം കുറച്ചെങ്കിലും കുറയൊന്ന് ഞാൻ ചിന്തിച്ചിട്ടാ അങ്ങനെ പറഞ്ഞത്. ഇത്തവണത്തേക്ക് അത് ക്ഷമിച്ചേക്ക്. ഞാൻ വിദ്യയെ വിളിച്ച് വരണ്ടെന്ന് പറഞ്ഞേക്കാം. ഏയ് അത് വേണ്ട. താനെന്തായാലും പറഞ്ഞതല്ലേ, ഇനി മാറ്റി പറയണ്ട. വിദ്യക്ക് വരാൻ സാധിച്ചാ അവള് വരട്ടെ. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിദ്യമോള് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതും ഒക്കെ അവൾക്കൊരു റിലീഫായിരിക്കും. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടെന്ന് തോന്നുന്നു, അല്ലേ മനോജേട്ടാ? വിദ്യമോൾക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അതെ, വിദ്യമോളെ ഇത്രയെങ്കിലും മാറ്റിയെടുക്കാൻ വേണ്ടി മീരമോളും വിശാലും ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അത് ശരിയാ. മീരയാ ഡാൻസിലൂടെ നമ്മുടെ മോളെ തിരിച്ചു കൊണ്ടുവരാമെന്ന ആശയം പോലും പറഞ്ഞത്. അതന്നെ. നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ മനോജേട്ടാ? നമ്മുടെ മോള് ഏതവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ ചെറുതായെങ്കിലും ഇങ്ങനെ മാറി വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാലോ? അറിയാം. അതുകൊണ്ട് അവൾക്ക് മനസ്സിന് വേദന കൊടുക്കുന്ന ഒന്നും താനായിട്ട് പറയരുത്. ഒന്നിനും അവളെ നിർബന്ധിക്കുകയും ചെയ്യരുത്. അത് പിന്നെ എനിക്കറിയില്ല മനോജേട്ടാ. ഇങ്ങനെയെങ്കിലും ഒരു മാറ്റം മോൾക്കുണ്ടാവാൻ വേണ്ടി എത്രയൊക്കെ വഴിപാടുകൾ നേർന്നു. ഈശ്വരനോട് എന്തോരം കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് ഞാൻ മറക്കുമെന്നല്ല. ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ മക്കളുടെ നന്മ എന്ന പേര് പറഞ്ഞ് സെൽഫിഷ് ആകും. അത് അവരുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നതെന്ന് നമ്മൾ മറന്നുപോകും. മനോജേട്ടൻ എന്തുദ്ദേശിച്ചായി പറയുന്നതെന്ന് എനിക്കറിയാം. പേടിക്കണ്ട. ഇനി എന്റെ ഭാഗത്തു നിന്നും എന്റെ മോളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അച്ഛാ, എന്താടി? എന്നെപ്പോ ബീനാന്റി വിളിച്ചിരുന്നു. ബീനയോ? അവളെന്തിനാ മോളെ വിളിച്ചത്? ധന്യേ, വെപ്രാളം പിടിക്കല്ലേ. മോള് പറയട്ടെ. മോള് പറ. ബീന എന്തിനാ മോളെ വിളിച്ചേ? ആന്റിക്ക് എന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അല്ല, അത് ധന്യ, മിണ്ടാതിരിക്കേ. മോള് പറയട്ടെ. മനോജേട്ടാ, ഞാനൊരു ധന്യ, മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? അതിപ്പോ ഞങ്ങളോടല്ലല്ലോ ചോദിക്കണ്ടേ. മോൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു.
എനിക്ക് ആന്റി ഒന്ന് കാണണമെന്നുണ്ട്. എന്നാ തീർച്ചയായും പോയി കാണണം. എങ്കിൽ ഞാൻ പോയി റെഡി ആവട്ടെ? ഞാൻ കൊണ്ടുവന്ന് വിടണോ? വേണ്ട ചാ, ഞാൻ പൊയ്ക്കോളാം. ആ, മോള് പോയിട്ട് വാ. ശരി. ശരി. മനോജൻ എന്തിനാ എന്നെ തടഞ്ഞത്? നിന്റെ നാവ് എനിക്ക് പേടിയായതുകൊണ്ടാ. എന്തിന്? ഞാനും മോളോട് പോണോന്ന് പറയാനാ വന്നത്. ശരിക്കും? അതേ മനോജേട്ടാ, വിദ്യമോൾ ഈ വീട്ടിൽ തന്നെ അടച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ കുഞ്ഞിന്റെ കളിയും ചിരിയും തിരിച്ചു കിട്ടാൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചിരിക്കുന്നൊരമ്മയാ ഞാൻ. ഞാൻ കരുതിയത് താൻ ബീനയെ കാണാൻ എതിര് പറയുന്ന, അതാ ഞാൻ തടഞ്ഞത്. ബീനയോട് എനിക്ക് ദേഷ്യവും വാശിയും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ ഇപ്പൊ അതില്ല. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. വിദ്യ ചെല്ലുന്നത് ബീനയ്ക്കൊരു ആശ്വാസമാകുമെങ്കിൽ അത് നല്ലതല്ലേ?